പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഒരാൾ വിജയിച്ചാൽ, അല്ലെങ്കിൽ ഒരു പദ്ധതി വിജയിച്ചാൽ, ഒരു പ്രോജക്റ്റ് വിജയിച്ചാൽ, 1000 പേർ അതിൻ്റെ അവകാശികളായിട്ട് വരും. എല്ലാവരും, അത് ജോലി ചെയ്തവരും ചെയ്യാത്തവരും ക്രെഡിറ്റ് ഉള്ളവരും ക്രെഡിറ്റ് ഇല്ലാത്തവരും എല്ലാവരും കയറി ഷർട്ടും അടിച്ച് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കും കുളിച്ച് കുട്ടപ്പന്മാരായിട്ട്. അവാർഡ് വാങ്ങാനും ഞാനുമുണ്ട്, എൻ്റെയും കൂടി തലയിലാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്, ഞാൻ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് തുടങ്ങി ഒരുപാട് ആളുകൾ വരും അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാനായിട്ട്. ചിലരാണെങ്കിൽ കുറച്ച് ഒരു പാവങ്ങൾ കിടന്ന് ജോലി ചെയ്യും, ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്നത് വേറെ ആൺപിള്ളേരായിരിക്കും. ആൺപിള്ളേർ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞാണ് പെൺപിള്ളേരും കാണും, പെണ്ണുങ്ങളും കാണും. ഞാൻ ആൺപിള്ളേർ എന്ന് പറഞ്ഞൊരു സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ വേറെ കുറച്ചൊരു അടിച്ചു കൊണ്ട് പോകണ്ടുണ്ടാവും. പക്ഷേ ഒരു പരാജയമുണ്ടായാൽ, അതിലൊരു കുറവ് വന്നാൽ, ആ പദ്ധതി ഒന്ന് പരാജയപ്പെട്ടു പോയാൽ ആരും ഉണ്ടാവില്ല. പരാജയപ്പെടുത്തിയവരും തിരക്കും, എവിടെ പ്രതി. അപ്പോൾ തോറ്റാൽ, പരാജയപ്പെട്ടാൽ, അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എനിക്ക് വയറുവേദനയായിരുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രയാസമായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കാത്ത ഭാഗത്തുനിന്ന് വന്നു, ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ, അല്ലെങ്കിൽ പേനയിൽ മഷിയില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളും നമ്മൾ കണ്ടെത്തും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ പരാജയപ്പെട്ടാൽ നമ്മൾ ന്യായങ്ങൾ കണ്ടെത്തി മറ്റൊരാളിൽ കുറ്റം ചേർത്താൻ പറ്റുമെങ്കിൽ, മറ്റൊരു വസ്തുവിൽ കുറ്റം ചേർത്താൻ പറ്റുമെങ്കിൽ, മറ്റൊരു ഘടകത്തിൽ കുറ്റം ചേർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ കുറ്റം ചേർത്തും. ജയിക്കുകയാണെങ്കിൽ, വിജയിക്കുകയാണെങ്കിൽ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ എടുക്കും. തീർച്ചയായിട്ടും വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നത് പോലെ, വിജയിക്കുമ്പോൾ അതിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് പങ്കുവെച്ച് കൊടുക്കാൻ പഠിക്കുന്നത് പോലെ, പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുവാൻ നമ്മൾ പഠിക്കണം. പരാജയത്തിലും ഒരു ജയമെന്ന വാക്ക് കിടപ്പുണ്ട്. പരാജയത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് നമുക്ക് മുന്നോട്ടാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും പരാജയത്തെ നമ്മൾ കാണാതെ പോകരുത്. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കർമ്മനിരതമാവാൻ നമുക്ക് കഴിയുന്നത്. പരാജയത്തെ നമുക്ക് തള്ളിപ്പറയേണ്ട, പ്രതികളെ ആരും തിരക്കണ്ട, സ്വയം പ്രതിയാവുക. പരാജയം സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഒരു നേതാവ് ഉണ്ടെങ്കിൽ, ഒരു ലീഡർ ഉണ്ടെങ്കിൽ, ഒരു ടീം ലീഡർ ഉണ്ടെങ്കിൽ, അവരുടെ പ്രോജക്റ്റിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, പ്രോജക്റ്റിന് ക്രെഡിറ്റ് ഉണ്ടായാൽ ആ നേതാവ് പത്രസമ്മേളനം നടത്തും, എല്ലാം പോയി അവാർഡ് വാങ്ങും, എല്ലാം ചെയ്യും. പക്ഷെ പരാജയപ്പെട്ടു പോയാൽ തൻ്റെ കൂടെ ഉള്ളവരെ കുറ്റപ്പെടുത്തും. അത് ശരിയല്ല. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത്.